നമസ്കാരം. ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആവും. ഇനി 2 ദിവസം കൂടി ന്യൂ ഇയറിനായിട്ടുള്ളൂ. അപ്പം ന്യൂ ഇയർ സന്ദേശം പോലെ എൻ്റെ മക്കൾക്കായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരികയാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും നല്ല മടിയുള്ളവരല്ലേ. അപ്പോൾ ആ മടി മാറാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. എല്ലാവരും മടിയല്ല. നമ്മൾ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം അവധി കിട്ടുമ്പോൾ അവർ വിചാരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാനത് ചെയ്യും, ഞാനിത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷേ അവധി തീരുന്നവരെ നമ്മുടെ യാതൊരു കാര്യം നടക്കത്തില്ലെന്നുള്ളതാണ് മെയിനായിട്ട് ഉള്ളത്, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ജോലിയൊക്കെ, നമ്മുടെ മടിയൊക്കെ മാറിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കണം എന്ന് തോന്നുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാൽ ഒരു 2-3 പോയിന്റ്. അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മളതൊരു ഈ മടിയെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ജോലികൾ ചെയ്യുന്നത് ഒരു ഗോളാക്കി മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അപ്പം അത് നമ്മൾ ചെയ്യണം. ഇത്ര അവധിയുണ്ട്, ഇത്ര ദിവസത്തെ അവധിയുണ്ട്, ഈ അവധിക്കകത്ത് ഞാൻ ഈ ജോലികൾ ചെയ്ത് തീർക്കും. കുറേ ജോലികൾ കാണും, അതിൽ നമ്മൾ തരംതിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമായുള്ള ജോലികൾ നമ്മൾ തരംതിരിക്കുക. അതുപോലെ തന്നെ ആ തരംതിരിച്ച കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഹാർഡായിട്ടുള്ള ജോലികളും ഹാർഡ് കുറഞ്ഞ ജോലികളും നമ്മൾ തരംതിരിക്കുക. അപ്പം നമുക്ക് എത്ര ദിവസം ഉണ്ടോ ആ ദിവസത്തെ നമ്മൾ ഓരോ ദിവസവും ഓരോ ജോലികൾ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ തരംതിരിച്ച് ആ ദിവസം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം. ഇപ്പം സപ്പോസ് ഞാൻ പറയാം, ഇപ്പം കുറേ തുണികൾ നമുക്ക് ഓർഡർ ചെയ്യാനുണ്ട്, അത് നമ്മുടെ അവധി സമയത്ത് ചെയ്യാമെന്ന് തോന്നി നമ്മളത് എടുത്തു വെക്കുക. അപ്പോൾ ഒരു 10 ദിവസത്തെ അവധി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യണം. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് നമുക്ക് ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകണം, ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ആകെ കൂടെ നമുക്കൊരു 10 ദിവസമേ ഉള്ളൂ. ആ 10 ദിവസത്തിനകം ഇതെല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കഠിനമായ ഉള്ള ജോലികൾ അത് മാറ്റിവെക്കുക. ഇപ്പം നമ്മളെ കൊണ്ട് അതിനുള്ള സമയം നമുക്കില്ല എന്ന് കണക്കാക്കിയിട്ട് അത് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്നത്, ചിലപ്പം ഓൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലത് ഇച്ചിരി ഹാർഡായിട്ട് ഓൾട്ടർ ചെയ്യാൻ കാണും, ചിലത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് ഒന്ന് വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ സൈഡൊന്ന് അടിക്കാനോ അല്ലെ കൈയുടെ നീളം ഒന്ന് കുറയ്ക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതേസമയം അത് മുഴുവൻ അഴിച്ച് നമുക്ക് എന്തെങ്കിലും ഓൾട്ടർ ചെയ്യാനൊക്കെ എന്നാൽ അത് ഇച്ചിരി പണിയല്ലേ. അല്ലെ കൈയൊന്ന് മാറ്റി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇച്ചിരി പണിയല്ലേ. അപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയാമോ? ആ തുണികളെല്ലാം നേരത്തെ തന്നെ നമ്മളൊരു ഭാഗത്ത് അടുക്കി വെക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കുന്ന സമയത്ത് ഇത് ഓൾട്ടർ ചെയ്യാനുള്ളതാണ്, ഇത് ഓൾട്ടർ ചെയ്യാനുള്ളതാണെന്നുള്ള രീതിയിൽ നമ്മളത് എവിടെയെങ്കിലുമൊക്കെ മാറ്റി നമ്മുടെ ഷെൽഫിൻ്റെ ഒരു ഭാഗത്ത് അടുക്കി വെക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ തുണി സൂക്ഷിക്കുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് മറ്റുള്ളതുമായിട്ട് മിക്സ് ആകാതെ നമ്മളത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഈ കിട്ടുന്ന തുണികളിൽ നിന്ന് നമ്മൾ ഹാർഡായിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും മാറ്റുക. എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, സാധാരണ എല്ലാവരും ഹാർഡായിട്ടുള്ളത് ചെയ്ത് തീർത്ത് പിന്നെ ഈസിയാണല്ലോ എന്ന് ചെയ്യാൻ. ഞാൻ അങ്ങനല്ല. ഇപ്പം നമുക്ക് ഒരുപാട് കാണാനായിട്ട് ഒരുപാട് കാണുമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതെല്ലാം അങ്ങ് തീർത്തൊരു ഭാഗത്തായിട്ട് അങ്ങ് വെക്കുക. അപ്പം നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ്, ഇനി ഇത് മാത്രമേ ഉള്ളല്ലോ. അപ്പം നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും. അതുപോലെ തന്നെ കാര്യങ്ങൾ മാറ്റി വെക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഇതങ്ങോട്ട് പിന്നാട്ട് കുറച്ച് കഴിയട്ടെ, ആ കുറച്ച് കഴിയട്ടെ എന്നുള്ള സമയം ചിന്തിക്കാനേ പാടില്ല. കുറച്ച് കഴിഞ്ഞാലും നമ്മൾ തന്നെ. അതുകൊണ്ട് മടി ഇല്ലാതെ നമ്മളത് തുടങ്ങി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ കുറേശ്ശെ ആയാലും നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ടൊക്കെ ആയാലും നമ്മളത് കുറേശ്ശെ തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോലികൾ. അതുപോലെ തന്നെ നിശ്ചിത ഇടവേളകളിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം. ഒരു 5 മിനിറ്റേ ആകാവൂ, അതിൽ കൂടരുത്. 5-10 മിനിറ്റ് അത് മാക്സിമം ആയിട്ട്, അതിൽ കൂടരുത്. ഇനി വയ്യ, ഇനി ഇത് കഴിഞ്ഞു എന്നുള്ള രീതി ആവരുത്, ഒരിക്കലും ആവരുത്. നമുക്കെല്ലാവർക്കും 24 മണിക്കൂറാണ് ദൈവം തന്നേക്കുന്നത്. ആ 24 മണിക്കൂറിൽ നമ്മൾ മാക്സിമം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 8 മണിക്കൂർ, അതിൽ കൂടുതൽ നമ്മൾ ഉറങ്ങേണ്ട ഒരു കാര്യമില്ല. 7 മണിക്കൂറൊക്കെ മതി. 6.5-7 മണിക്കൂർ മതി ഹെൽത്തുള്ള ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ.
ബാക്കിയുള്ള സമയമെല്ലാം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. അപ്പം നമ്മൾ കുറേശ്ശെയായിട്ട് അത് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ നിശ്ചിത ഇടവേളകളിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കുക. അത് മെയിനാണ്. നമ്മളൊരു ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒഴുകി പോകരുത്. പിന്നെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണേണ്ട ഫിലിം അങ്ങനെയുള്ള ഒരു റീൽസ് അത് ഇതൊക്കെ നമുക്ക് ചിരിക്കാൻ വകയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുക, ചിരിക്കാനുള്ള വക. അല്ലാതെ മറ്റു ഇപ്പോഴത്തെ കാലിക പ്രശ്നങ്ങളോ അതോ ഇതൊന്നും കാണാതെ ചിരിക്കാൻ എന്ത് വക കിട്ടുന്നു അത് നമ്മൾ കണ്ട് അതിന് ചിരിക്കാനുള്ള വക നേടുക. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അതുപോലെ തന്നെ ഈ ജോലികളെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഇന്ന് ഷെൽഫും എടുക്കാൻ പോവാണ്, ഞാൻ തയ്ക്കാനും പോവാണ്, ഞാൻ കിച്ചണിലും എല്ലാം അടുക്കി പറക്കാൻ പോവാൻ. അങ്ങനെ നമ്മൾ ഇത് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. അതൊരു മെയിൻ വിഷയമാണ്, കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു വലിയ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ വലിയൊരു ജോലിയാണ് ചെയ്ത് തീർക്കാനുള്ളത് നമുക്കെങ്കിൽ എന്തോ ചെയ്യണമെന്നറിയാമോ? ആ ജോലി തീർത്തതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ചെയ്തു നമ്മളത് അച്ചീവ് ചെയ്തു എന്നുള്ളതിന് സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ബ്രേക്ക് എടുക്കണം. നല്ലൊരു ബ്രേക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സിനിമ പോയി കാണുക. അതല്ല സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവരാണ്, അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഒരു നമ്മുടെ സ്വന്തം വീട്ടിലോട്ടൊന്ന് പോയി ഒന്ന് റിലാക്സ് ആവുക. അതല്ല ഏതെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ നല്ലൊരു ഷോപ്പിങ്ങിന് പോകാൻ ആഗ്രഹമുള്ളവരെന്നാൽ അങ്ങനെ. നമുക്കപ്പം മൈൻഡ് നല്ല റിലാക്സ് ആകും. വീണ്ടും അടുത്ത ജോലി ചെയ്യാനായിട്ട് നമുക്ക് നല്ല നമ്മുടെ മൈൻഡ് ഫ്രഷ് ആകും എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാനാണെന്ന് എനിക്ക് സമയമില്ല, ഒട്ടും സമയമില്ല ആ ഒരു ചിന്ത ഒഴിവാക്കുക. നമുക്ക് സമയം ഇഷ്ടം പോലുണ്ട്. സമയമില്ല, അയ്യോ അതൊക്കെ ചെയ്യാൻ എപ്പോഴാണ് സമയം, എനിക്ക് സമയമില്ല, അത് ചെയ്യാമായിരുന്നു. സമയമുണ്ട്, നമുക്ക് സമയമുണ്ട് എന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുക. തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു പോയിന്റെങ്കിലും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു.